ഗായ്സ്, വെൽക്കം ടു അമ്മൂസ് ടെയിൽസ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ടില്ല ഏട്ടൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഞങ്ങൾ അങ്ങോട്ട് ബസ്സിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ നല്ല മലയാളം പാട്ടാണ് ഇങ്ങനെ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ കുവൈറ്റിൽ വന്നിട്ട് ഞാൻ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ബസ്സിൽ മലയാളം പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഈ ഡ്രൈവർ മലയാളിയായിരുന്നു എന്ന്. ഞങ്ങളിതാ ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല കേട്ടോ, ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. ഞാൻ വിചാരിച്ചത് ഡൽഹിയിലത്തെ സരോജിനി മാർക്കറ്റ് അതേപോലെ ബാംഗ്ലൂരിലത്തെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് ഓരോ കാറ്റഗറി സാധനങ്ങൾക്ക് ഹ്യൂജ് ഏരിയ ആണ് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ കാർ ആക്സസറീസ്, പിന്നെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ഷാൻഡ്ലിയേഴ്സും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ തിരക്ക് വന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയൊരു മാർക്കറ്റ് വേറെ ഉണ്ടെന്ന്. അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഇതാണ് കേട്ടോ മീൻ മാർക്കറ്റ്. മീനല്ല, മീമാണ് കേട്ടോ, MEEM ആണ്. എനിക്ക് ഫ്രൈഡേ മാർക്കറ്റ് ഒന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. ക്രൗഡ് വന്നാൽ പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു മുന്നോട്ട്. ഈ മാർക്കറ്റിൽ വന്ന് കയറിയപ്പോൾ ഇത് എനിക്ക് വലിയ സംഭവമായോന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും സെല്ല് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ 500 ഫിൽസിനും 1 KDക്കും അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്ന ഷോ പീസൊക്കെ ഒന്ന് നോക്കൂ, നല്ല ഭംഗിയല്ലേ. ഇതിനൊക്കെ 500 ഫിൽസ് ഉള്ളൂ കേട്ടോ. ഇതിലത്തെ ചില ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗാർമെൻറ്റ്സും ഫുട്വെയർസും കോസ്മെറ്റിക്സും എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും ഇല്ലാത്തതായിട്ടില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ ലൈഫ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. സീ യു, ബൈ.